നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് രണ്ട് കിടിലൻ ഡീലായിട്ടാണ്. രണ്ട് കിടിലൻ ഡീൽ എന്ന് വെച്ചാൽ രണ്ട് കിടിലൻ വീടുകളാണ്. ഭയങ്കര നെഗോഷ്യബിൾ പ്രൈസിനാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതാണ് രണ്ട് വീട് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ പ്രോപ്പർട്ടി വരുന്നത് എറണാകുളം ജില്ലയിൽ തേവക്കയിൽ നിന്നും ഇൻഫോ പാർക്ക് പോകുന്ന വഴിയിൽ കുഴിക്കാലയിൽ നിന്ന് കുറച്ച് ഒരു 100 മീറ്റർ അകത്തേക്ക് കയറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. കിടിലൻ പ്ലേസ് ആണ്, നല്ല കിടിലൻ ലാൻഡാണ്, നല്ല പീസ് അന്തരീക്ഷമാണ്. ഒന്ന് വരുന്നത് 1600 സ്ക്വയർ ഫീറ്റും 3100 സ്ഥലമുണ്ട്. അതാണ് ഇത്. രണ്ടാമത് വരുന്നത് 3900 സ്ഥലവും 1900 സ്ക്വയർ ഫീറ്റും ഉണ്ട്. 4 ബെഡ്റൂമും 3 ബെഡ്റൂമും. അപ്പോൾ ഒന്നാമത്തെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു ഗേറ്റ് കാണാൻ പറ്റും. ഒരു നല്ലൊരു കാർ പോർച്ച് കാണാൻ പറ്റും. സൈഡിലൊരു കിണർ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇവിടുത്തെ അത്യാവശ്യം സ്ഥലമൊക്കെ മാക്സിമം ഉള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒട്ടും സ്ഥലം കളയാതെ നല്ല രീതിയിൽ അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ലോണം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് പോയി നോക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് ഒരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്ന് സംസാരിച്ചാണ്. അപ്പോൾ ക്ലയൻറ്റ് എന്നോട് പറഞ്ഞു, അതായത് ഈ കന്നിമൂലയിൽ എന്താ പറയുക, വീടിൻ്റെ കന്നിമൂലയിൽ യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഓൾട്ടർനേഷൻ അങ്ങനെ രീതിയിലുള്ള ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഈ വീടിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഈ വീടിൻ്റെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കന്നിമൂല വരുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ കന്നിമൂല ഇതാണ്. ഈ കന്നിമൂലയിൽ യാതൊരു വിധത്തിലുള്ള എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊന്നുമില്ല, സ്ട്രൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഒരു നല്ല രീതിയിൽ എന്താ ശാസ്ത്രമൊക്കെ നോക്കിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടാണിത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു സിറ്റ് ഔട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 1 2 3 കസേര ഇടാൻ, ചെയർസ് ഇടാൻ പറ്റും നമുക്കിവിടെ. ഒരു പ്ലാവിൻ്റെ ഡോറാന്ന് തോന്നുന്നുണ്ട്. നല്ല ഹെവി ഡോറാണ്, പ്ലാവിൻ്റെ എന്ന് തോന്നുന്നു. കണ്ട ഡിസൈനെ കണ്ടിട്ട് പ്ലാവിൻ്റെ എന്ന് തോന്നുന്നു. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കിടിലൻ ഒരു ലിവിങ് ഏരിയ വന്നിട്ടുണ്ട്. ഇത്രയും ഏരിയ ഉള്ള ലിവിങ് ഏരിയ ഉണ്ട്. നമുക്കിവിടെ ഒരു വലിയൊരു ടി വി വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? പിന്നെ നമുക്ക് അകത്തേക്ക് കയറി വരാം. സെപ്പറേഷൻ കൊടുത്തേക്ക് കിടിലുണ്ട്. ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, ഒരു കിടിലൻ ഷെയ്ഡാണ്. പിന്നെ ഒരു വൈറ്റ്, വീട് മൊത്തം വൈറ്റ് കളറാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മിനി ഡൈനിങ് ഏരിയ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമുള്ള ഏരിയ ആണ്. ഒരുപാട് സ്ഥലമൊന്നുമില്ല, 100 സ്ഥലമല്ലേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു മീഡിയം ലെവലിലുള്ള ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ചെറിയൊരു വാഷിംഗ് ബേസിൻ ഏരിയ ഉണ്ട് ഇവിടെ. ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു വീടാണ്. താഴെ നമുക്കൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് ആ ബെഡ്റൂം വരുന്നത്. ഒരു 3 ഡോർ കബോർഡ് കൊടുത്തിട്ടുണ്ട്. 2 ഡോർ കബോർഡ്. ഇതൊരു ചെറിയൊരു കബോർഡാണ്. കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്ന എല്ലാം മൾട്ടിവുഡിലാണ് കേട്ടോ. മൾട്ടിവുഡിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒബ്വിയസ്ലി ബാത്റൂം വന്നിട്ട് കൺസീൽഡ് ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഒരു ഗ്രിപ്പുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴെ ഒരു ബെഡ്റൂമാണുള്ളത്. അടുത്ത കിച്ചണാണ്. കിച്ചൺ വന്നിട്ട് ഒരു മീഡിയം ലെവലിൽ കിച്ചണാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3100 സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റ് ബഡ്ജറ്റ് വീടാണ്. 65 ലക്ഷം രൂപ ചോദിക്കുന്ന വീടാണത്. അപ്പോൾ 65 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. നെഗോഷ്യബിൾ പ്രൈസാണ്. കാക്കനാട് ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ഒന്ന് ആലോചിച്ച് നോക്കണം. കാക്കനാടാണ് ഈ പ്രോപ്പർട്ടി. എക്സാക്ട്ലി പറഞ്ഞാൽ കാക്കനാട് തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇൻഫോ പാർക്കൊക്കെ 4 കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസിലാണ് ഇൻഫോ പാർക്കൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. 2 ഡോറ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ. ഇത്രയും സ്പേസ് ഉണ്ട് നമുക്ക് വർക്ക് ഏരിയയിൽ വരുന്നത്.
അപ്പോൾ ഇതൊരു കിടിലൻ ഡീൽ എന്ന് പറഞ്ഞാൽ കിടിലൻ. ഞാൻ ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ ഏരിയയിലൊക്കെ കണ്ടു. പക്ഷേ അതൊക്കെ ഒരു എബോവ് ബഡ്ജറ്റിലാണ് വരുന്നത്. മീൻസ് ഒരു 90 എബോവ് അല്ലെങ്കിൽ 80 എബോവ് ഒക്കെയാണ് ആ വീടുകളെല്ലാം ചോദിക്കുന്നത്. പക്ഷേ ഇതൊരു 70, 65 ആണ് ചോദിക്കുന്നത്. ബട്ട് അത് നെഗോഷ്യബിൾ പ്രൈസാണ്. നമുക്ക് ഡയറക്റ്റ്ലി സംസാരിച്ചാൽ അതിൽ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് മേളത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. കയറി വരുമ്പോൾ നമുക്കൊരു ഹാൻഡ് റെയിലൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. വുഡാണ് കൊടുത്തിരിക്കുന്നത്. വുഡ് ആൻഡ് സ്ക്വയർ ട്യൂബിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ റൂമിൽ ഇവിടെ ട്യൂബൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഇവിടെ വെളിച്ചത്തിന് കാരണം ഈ പർഗോളയാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു മിനി ഹോൾ ഇവിടെ ഉണ്ട്. ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇടിലൻ കബോർഡുകളൊക്കെ ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കബോർഡിലൊക്കെ അത്യാവശ്യം നല്ലൊരു വുഡിൻ്റെ ഇതായിട്ടുള്ളൊരു വിനയില ഒട്ടിച്ചിരിക്കുന്ന 3 ഡോർ കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ്. അങ്ങനെ സീലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പൈസയൊന്നും മുടക്കിയിട്ടില്ല. ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലാണ് വീട് പണിതേക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പൈസയൊന്നും മുടക്കി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെയുള്ള ബാൽക്കണി. ബാൽക്കണിയാണ് ഇത് കേട്ടോ. പിന്നെ മേളത്തെ രണ്ടാമത്തെ മൊത്തം 3 ബെഡ്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി റൂം കൂടി കൂടിയിട്ടാണുള്ളത്. മേളത്തെ ബാത്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ്. അതാണ് ഞാൻ പറഞ്ഞ കാണിക്കേണ്ടത്. ഇട്ടിട്ടുണ്ട്. അപ്പോൾ മേളത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത കബോർഡുകളാണത്. കണ്ടില്ലേ? ഇതൊരു ടേബിൾ കൊടുത്തിരിക്കുന്ന ഒരു 2 സൈഡ് വിൻഡോസ് ഉണ്ട്. ഇവിടെ നമുക്ക് ടോയ്ലറ്റ്, വലിയ ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ യൂട്ടിലിറ്റി റൂം. ഇവിടെ നമുക്ക് പിള്ളേർക്ക് സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ ജിം എക്യുപ്മെൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അതേപോലെ ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നല്ലൊരു ഡീലാണ്. 3,100 സ്ഥലവും 1,600 സ്ക്വയർ ഫീറ്റുള്ള കിടിലൻ വീട്. 65 ലക്ഷം രൂപ ചോദിക്കുന്ന വീട്. കാക്കനാടാണ് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് ഇൻ ദ സെൻസ് ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇൻഫോ പാർക്കെല്ലാം വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ നമ്മുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. സന്തോഷം. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.